നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 15 ബുധനാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഡൗ ജോൺസും S&P 500ഉം ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് ആണ് ഇന്നലെ ഇടിഞ്ഞത്. ഇന്നലെ US നിന്നും ഡിസംബർ മാസത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ് പുറത്തു വന്നത്. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ഒരു ഉയർവ് മാത്രമാണ് നമുക്ക് ഡാറ്റയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ ഇന്നലെ വലിയ രീതിയിൽ തന്നെ ആദ്യം തുടക്കത്തിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് ആ നേട്ടം നിലനിർത്താനാവാതെ സ്റ്റോക്കുകൾ ഇടിയുന്നതും കണ്ടു. ഇനി ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ തന്നെയാണ്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 14 മാസത്തെ ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. 4.784 എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ബോണ്ട് ഈൽഡുകളുടെ ഉയർച്ച നിക്ഷേപകർ ജാഗ്രത പുലർത്തണം എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെക്സൈഡിൽ ഇൻഫോസിസും വിപ്രോയും 1% താഴെ ഇടിയുകയുണ്ടായി. ICICI ബാങ്കും HDFC ബാങ്കും 1% അടുത്ത് നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.33% ഇടിവിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 1.78% ഇടിവുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. US ഇന്നലെ ഹെൽത്ത് കെയർ സെക്ടറാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഉയർന്നപ്പോൾ UK മാർക്കറ്റ് ഇടിയുകയുണ്ടായി. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600ഉം ഇന്നലെ ഇടിഞ്ഞു. വേഴ്സ്റ്റ് പെർഫോമേഴ്സ് ആയി മാറിയത് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളായിരുന്നു. കൂടാതെ ബിറ്റ്കോയിൻ ഇന്നലെ 4% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $97,000. ഇനി സ്വർണത്തിന്റെ കാര്യത്തിലേക്ക് വന്ന സ്പോട്ട് ഗോൾഡ് ഇന്നലെ ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില 58,640 രൂപയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റ് അവറിൽ പുറത്തു വന്നിരുന്നു. പക്ഷെ വലിയ റിയാക്ഷൻ ഒന്നും ആ ഡാറ്റ ഉണ്ടാക്കിയില്ല. ഇന്ന് EV മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഇത് EV സെഗ്മെന്റിലുള്ള കമ്പനികൾക്ക് നെഗറ്റീവ് ആവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടാതെ അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. വാർത്ത മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മളെല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും ആ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിലാണ് കൊടുക്കാറുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. വർദ്ധിച്ചു വരുന്ന ചെലവുകളും ഇറക്കുമതി ആശ്രിതത്വവും EV നിർമ്മാതാക്കളുടെ മാർജിനുകളെ ബാധിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ EV കമ്പനികളായ ടാറ്റ മോട്ടോഴ്സ്, ഹുണ്ടായ്, മഹീന്ദ്ര തുടങ്ങിയ മിക്ക EV നിർമ്മാതാക്കളും അവരുടെ ഭാഗങ്ങളിൽ 70%-ലധികം ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇതുവഴി അവരുടെ ചെലവ് കൂടുതലായി വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. രൂപയുടെ ഇടിവ് EV നിർമ്മാതാക്കളുടെ ഇൻപുട്ട് ചെലവ് വർദ്ധിപ്പിക്കുകയും അവരുടെ ലാഭത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ഇനി പരമ്പരാഗതമായ പെട്രോൾ, ഡീസൽ വാഹനങ്ങളിൽ 90%-വും പ്രാദേശികമായി നിർമ്മിച്ച ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ EVകൾ ഇപ്പോഴും ഇറക്കുമതിയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നതും റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതും EV മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ്. ഏതായാലും EV മാനുഫാക്ചേഴ്സ് ആയ ടോപ്പ് കമ്പനികളെ സംബന്ധിച്ച് ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് EVയിൽ ഒരു മേജർ പ്ലെയർ ആയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഓല ഇലക്ട്രിക്, അതുപോലെ കോമ്പണന്റ് സപ്ലയേഴ്സ് ആയിട്ടുള്ള ബോഷ് ഇന്ത്യ, മദർസൺ സുമി വയറിംഗ്, സോന, BLW പ്രിസിഷൻ ഫോർജിങ്സ് തുടങ്ങിയ കമ്പനികൾക്കും ഇത് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇനി മറ്റൊരു വാർത്ത EV സെഗ്മെന്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. TCS നടത്തിയ ഒരു സർവേ പ്രകാരം ഇന്ത്യയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ 10 ഉപഭോക്താക്കളിൽ 6 പേരും അവരുടെ അടുത്ത വാങ്ങലിനായി ഒരു EV പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി അവർ കാണുന്നത് ചാർജിംഗ് പോയിന്റുകൾ കുറവാണ് എന്നത് തന്നെയാണ്. ഒരു പ്രധാന വെല്ലുവിളിയായി 60% ആളുകളും കാണുന്നത്. കൂടുതൽ ആളുകൾ EV വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നത് വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത് അദാനി റോഡ് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചതാണ്. NHAI ഹൈവേ അസറ്റുകൾ 1692 കോടി ബിഡ് നൽകി അദാനി വിജയിച്ചു. ടോൾ ഓപ്പറേറ്റീവ് ട്രാൻസ്ഫർ മാതൃകയിൽ NHAI വാഗ്ദാനം ചെയ്യുന്ന ഹൈവേ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ബിഡ് അദാനി റോഡ് ട്രാൻസ്പോർട്ട് നേടി. ഈ ഒരു വാർത്ത ഇന്ന് അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യം HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, L&T ടെക്നോളജി സർവീസസ്, എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്, സിയറ്റ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, മഹീന്ദ്ര EPC ഇറിഗേഷൻ, നെൽക്കോ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, ഓറിയന്റൽ ഹോട്ടൽസ്, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, TCI ഇൻഡസ്ട്രീസ്,
ട്രാൻസ്റെയിൽ ലൈറ്റ്നിങ് തുടങ്ങിയവയാണ്. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഷോപ്പേഴ്സ് സ്റ്റോപ്പ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 41.7% വർധനമാണ് രേഖപ്പെടുത്തിയത്. 52.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.5% വർധനവ് രേഖപ്പെടുത്തി 1379.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 13% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വരുത്തിയത്. അടുത്തത് ബനാറസ് ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവ് രേഖപ്പെടുത്തി 13.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.6% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് സുല വൈൻയാർഡ്സ് ആണ്. അവരുടെ സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള വരുമാനം ഇയർ ഓൺ ഇയറിൽ 1% വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. വൈൻ ടൂറിസത്തിൽ നിന്നും ഉള്ള റവന്യൂ 11.5% ഉയർന്നു. 16.4 കോടി രൂപയിലാണ് വൈൻ ടൂറിസം റവന്യൂ ഉള്ളത്. നെറ്റ് റവന്യൂവിൽ 0.7% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. അടുത്തത് IRFCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജാർഖണ്ഡ് കൽക്കരി പദ്ധതിക്കായി 3167 കോടി രൂപയുടെ ബിഡ് IRFC നേടി. IRFCയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തത് ജമ്മു കാശ്മീർ ബാങ്കാണ്. അമിതാഭ് ചാറ്റർജിയെ MDയും CEOയുമായി നിയമിച്ച സമയത്ത് നിയമങ്ങൾ പാലിക്കാത്തതിന് സെബിയിൽ നിന്ന് ബാങ്കിന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ജയപ്രകാശ് അസോസിയേറ്റ്സ് എന്ന കമ്പനിയാണ്. 12,000 കോടി രൂപ മൂല്യമുള്ള ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ വായ്പകൾ ഏറ്റെടുക്കുന്നതിനുള്ള ഏക ലേലക്കാരനായി നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഉയർന്നു വന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസിൽ ധാരാളം പേർ ഒരുപാട് പണം കളയുന്നുണ്ട്. മാർക്കറ്റിലേക്ക് സമീപ ദിവസങ്ങളിലായിട്ട് വലിയ ഇടിവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത പല ട്രേഡുകളും, പ്രത്യേകിച്ച് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഈ DK ഒക്കെ വരുന്നത് കാരണം തന്നെ വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഓപ്ഷൻസിനെ കുറിച്ച് പക്ക ബേസിക് മുതൽ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഒരു അവസരം ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നും അറിയാതെ ഒരുപാട് പേർ വലിയ നഷ്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായ ITM, OTM, ATM, ഓപ്ഷൻ ഗ്രീക്സ്, ഡെൽറ്റ, ഗാമ തുടങ്ങിയ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് അറിയാതെയാണ് നമ്മളിൽ പലരും ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതലായി പഠിക്കുന്നതിനായി വെറും 4 ദിവസത്തെ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് FNO സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഏഞ്ചൽ വൺ, ആർത്തി ഇൻഡസ്ട്രീസ്, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, L&T ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 8132 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് FIS ഇന്നലെ നടത്തിയത്. DIS ആവട്ടെ 7901 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കൂടാതെ റീറ്റെയിലേഴ്സും ബൈയിങ് നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് പിടിച്ച് നിന്നത്. FISന്റെ സെല്ലിങ്ങിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ വരുന്ന ദിവസങ്ങളിലെങ്കിലും മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളിൽ ഹോങ്കോങ് മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്നലെ ഇടിവുണ്ടാക്കിയത് ജപ്പാനീസ് മാർക്കറ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. ഹോങ്കോങ് മാർക്കറ്റ് 0.36% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.70% ഇടിവിലും, ജക്കാർത്ത കോമ്പോസിറ്റ് 0.87% ഇടിവിലും, ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.11% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,305 എന്ന നിലയിലാണ്. 40 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ 30 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. കുറച്ചു ദിവസമായി നല്ല നേട്ടത്തിലുണ്ടായിരുന്ന ഓയിൽ പ്രൈസുകളിൽ ഇന്നലെ ഒരു ഇടിവ് കണ്ടു. 1% മുകളിലാണ് ബ്രന്റും WTIയും ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 80.06 എന്ന നിലയിലാണ്. 0.42% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $76.57 പെർ ബാരൽ എന്ന നിലയിൽ 0.26% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക്. 23,207 121 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഒരു സൈഡ് വൈസിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി പാറ്റേണിന് സമാനമായ ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റി വീണ്ടും 23,200 മുതൽ 23,360 വരെയുള്ള ആ ഒരു സോണിനുള്ളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇന്നലത്തെ വോളിയം ആവറേജ് വോളിയത്തേക്കാൾ കൂടുതൽ ഉള്ള ഒരു ബുള്ളിഷ് വോളിയം തന്നെയാണ്. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഏതായാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും വീക്കായിട്ട് തന്നെ തുടരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 23,044 തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള ലെവൽ അത് തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്.
കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 അടുത്തതായി ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പ്രധാനപ്പെട്ട സ്ട്രൈക്കുകൾ വെച്ച് നമുക്ക് നോക്കാം. ആദ്യം 23,200 സ്ട്രൈക്കിൽ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പുട്ട് സൈഡിൽ 150% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് കാണുന്നുണ്ട്. എന്നാൽ 47% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് അവിടെ. 23,150 സ്ട്രൈക്കിൽ 202% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. 4% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 23,250 സ്ട്രൈക്കിൽ 142% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. 20% ഒരു വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,729 1.43% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ജനുവരി 13 ലോ ആയിട്ടുള്ള 47,900 ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന്. അത്തരത്തിൽ നല്ല ഒരു റിവേഴ്സൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലഭിച്ചത്. കൂടാതെ നമ്മൾ പറഞ്ഞ അപ്സൈഡിലെ 49,000 എന്ന ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി തിരിച്ചിറങ്ങിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏകദേശം 3,500 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നലെ ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചതും. അപ്സൈഡിൽ 49,000 തുടർന്ന് 49,650 ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. ഡൗൺ സൈഡിൽ 48,287 അതിനുശേഷം 47,439 ഡൗൺ സൈഡിലെ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000 അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക് 15.47 3.30% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ബാക്കിയുള്ള ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് ആണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.